ചൊരിയും വന്ദയോർക്കുമ്പോ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാൻ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാൻ എണ്ണമില്ല നന്മകളിൽ നീ ചൊരിയും വന്ദയോർക്കുമ്പോ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാൻ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാൻ സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമ ചൊല്ലിടുവാൻ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമ ചൊല്ലിടുവാൻ സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമ ചൊല്ലിടുവാൻ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമ ചൊല്ലിടുവാൻ നിത്യസ്നേഹമോർക്കുമ്പോൾ വന്ദനങ്ങളോർക്കുമ്പോൾ
കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോ കണ്ണുകൾ നിറയുന്നെന്നെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാമം ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാമം ചൊല്ലിടുവാനാ. കാൽവരിയിൽ സ്നേഹമോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നെന്നെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാമം ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാമം ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, എൻ യേശുവേ. ദൈവത്തിൻ്റെ കൃപയെന്ന് മാത്രമാണ്. ഹല്ലേലൂയ. എന്ന ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വന്നപ്പോൾ അതിലൊന്നും വിട്ടുകൊടുക്കാതെ വണ്ണം ദൈവം നമ്മളെ സൂക്ഷിച്ച മഹാദയക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അടുത്ത പാട്ട് നാം ഒരുമിച്ച് ചേർന്ന് പാടാൻ പോകണം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്നോടൊപ്പം ചേർന്ന് പാടണം. അതിൻ്റെ കോഴ്സ് പ്രകാരമാണ്: ഞാൻ പാടും, ആടിപ്പാടും, എൻ്റെ യേശുവിൻ്റെ നല്ല നാമം പാടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാടും, ആടിപ്പാടും, എൻ്റെ യേശുവിൻ്റെ നല്ല നാമം പാടും. ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്ത് പാടും. ആ കോറസ് വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പാടുന്നത്. സ്തോത്രം. റൂമിൽ നോക്കിയേ. ആണ്ടുകൾ ഒരു നാൾ പോലെ, 1000 കോടികളും നാളണ പോലെ. 1000 ആണ്ടുകൾ ഒരു നാൾ പോലെ, 1000 കോടികളും നാളണ പോലെ. നഷ്ടങ്ങളെല്ലാം നിസാരങ്ങളാ. സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. 1000 ആണ്ടുകൾ ഒരു നാൾ പോലെ, 1000 കോടികളും നാളണ പോലെ. നഷ്ടങ്ങളെല്ലാം നിസാരങ്ങളാ. സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. ഞാൻ പാടും, ആടി പാടും, എന്റെ യേശുവിന്റെ നല്ല നാമം പാടും. ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്ത് പാടും. ഞാൻ പാടും, ആടി പാടും, എന്റെ യേശുവിന്റെ
പഴയതെല്ലാം നീക്കി പുതിയവയെ തന്നു. സന്തോഷം സന്തോഷമേ, ഉല്ലാസം ഉല്ലാസമേ. ഒരുമിച്ച് ഞാൻ പാടും, ആടിപ്പാടും, എന്റെ യേശുവിന്റെ നല്ല നാമം പാടും. ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്ത് പാടും. ഞാൻ പാടും, ആടിപ്പാടും, എന്റെ യേശുവിന്റെ നല്ല നാമം പാടും. ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്ത് പാടും. ഞാൻ പാടും, ആടിപ്പാടും, എന്റെ യേശുവിന്റെ നല്ല നാമം. ഓ ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്ത് പാടും. ഞാൻ പാടും, ആടിപ്പാടും, എന്റെ യേശുവിന്റെ നല്ല നാമം പാടും. ക്രൂശിൽ പ്രാണനേകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്ത് പാടും. നമ്മളെ സഹായിക്കുമാറാകട്ടെ. അടുത്ത കാലം നമ്മുടെ നിത്യതയിൽ വിശ്രമിക്കുന്ന ക്രൈസ്തവ കൈകളിലേക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ടുള്ള പാസ്റ്റർ ജെ പീറ്റർ അവർ എഴുതിയ ഒരു പഴയ ഗാനമാണ് സ്തോത്രം. നിത്യത. നമ്മുടെ ഏറ്റവും വലിയ വാക്യത്വം എന്ന് പറയുന്നത് നിത്യതയാണ്. സ്തോത്രം. ഇവിടുത്തെ കാറോ വീടോ ഇവിടുത്തെ വിസകളോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഏറ്റവും വലിയ വാക്യത്വം അവനെന്താണ്? നിത്യതയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുങ്ങാമെന്ന് ഉണർത്തിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പഴയ ഗാനം സിസ്റ്റർ ഫെബി നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു.
കരുതാൻ തൻ മാറോടണയ്ക്കാൻ നാഥൻ താനുള്ളതാൻ പാടും. ആ പഴയ ഗാനം നമുക്ക് ചേർന്ന് നമുക്ക് പാടാം. ഹല്ലേലൂയ. നിസ്തുല്യനായ ദൈവത്തിന് സകല സ്തുതിയും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച പ്രഥമ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഇന്ന് ഇവിടെ കൊട്ടാരക്കര സെൻട്രലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ഒരു കൺവെൻഷൻ നടത്തുവാൻ നമ്മുടെ ദൈവത്തിന് കരുണ തോന്നി എന്നതിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. 2019 വരെ ഈ പന്തലിൽ നമ്മുടെ ജനറൽ കൺവെൻഷൻസ് നടന്നുകൊണ്ടിരുന്നു എന്നുള്ളത് നിങ്ങൾക്കേവർക്കും വ്യക്തമായി അറിയാം. എന്നാൽ അതിന് ശേഷം കലയപുരത്തേക്ക് കോവിഡ് കഴിഞ്ഞ് കലയപുരത്തേക്ക് നമ്മുടെ ജനറൽ കൺവെൻഷൻ മാറ്റുകയുണ്ടായി. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഇതിനേക്കാൾ മികച്ചതാണ്. ഒരർത്ഥത്തിൽ ദൈവസഭയുടെ തുടക്കം തന്നെ കലയപുരത്താണ്. അവിടെ അനുഗ്രഹീതമായ കൺവെൻഷൻസ് എല്ലാ ഡിസംബർ മാസവും നടക്കുന്നു. ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ കൃത്യമായി തന്നെ ഇവിടെ ഈ കൺവെൻഷനുകളിൽ ഞാൻ സംബന്ധിക്കാറുള്ളത് കൊണ്ട് ഇത്ര മനോഹരമായ ഈ പന്തൽ 2019 മുൻപും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിമനോഹരമായ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, അതും അതിൻ്റെ എല്ലാ അളവുകളൊക്കെ കൃത്യമായിട്ട് വെച്ച് മനോഹരമായ ആലയം അതിൻ്റെ പുതുമയിൽ ഒന്നുകൂടെ കാണുവാൻ തറയെല്ലാം തുടച്ച് വൃത്തിയാക്കി എനിക്ക് തോന്നുന്നു കിഴക്കേത്തൊരു സഭാംഗങ്ങളും പാസ്റ്ററുമൊക്കെ അത്യന്തം അതിനുവേണ്ടി ഭാരപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു. പ്രശംസനീയമായ വിധത്തിൽ ഇപ്രകാരം ഒരു കൺവെൻഷൻ അവർ അറേഞ്ച് ചെയ്തതിനെ മുക്തകണ്ഠം ഈ ദൈവസഭയുടെ സാരഥി എന്നുള്ള നിലയിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് അതിൻ്റെയും പേര് എടുത്തു പറയുന്നില്ല എങ്കിലും കിഴക്കേത്തരവ് ദൈവസഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ രാജു തൻ്റെ ആ പ്രത്യേകമായ ഈ കിഴക്കേത്തരവ് ദേശത്തോടുള്ള ഒരുപക്ഷെ ആകർഷണമായിരിക്കാം ഇപ്രകാരം ഒരു കൺവെൻഷൻ ഇവിടെ അറേഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമായത്. അതിനുവേണ്ടി അധ്വാനിച്ച സകല ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് 99-ാം സങ്കീർത്തനം എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. വാക്യപ്രതിവാക്യമായി ആ വാക്യങ്ങൾ വായിക്കുകയാണ്. വേദപുസ്തകമുള്ളവർ എന്നോട് ചേർന്ന് വാക്യപ്രതിവാക്യമായി ആ വാക്യത്തെ നമുക്ക് വായിക്കാം. 99-ാം സങ്കീർത്തനം. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവൻ, അവന്റെ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. അവന്റെ പ്രവാചകന്മാർ മോശയും അഹരോനും അവന്റെ നാമത്തിൽ സംരക്ഷിക്കുന്നവരും സമൂഹവും യഹോവയോട് അപേക്ഷിച്ചു. അവൻ ഉത്തരം പറഞ്ഞു,
മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവർ അവന്റെ സാക്ഷ്യങ്ങളും അവന് കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് വേണ്ടി നീ അവരുടെ സമകാലികവും അവരുടെ പ്രകൃതിയുടെ കാര്യങ്ങളുമായിരിക്കുന്നു. 9-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തെ നമസ്കരിപ്പീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ സ്വർഗ്ഗത്തേക്ക് ഉയർത്തി ഒരു 3 ഹല്ലേലൂയ അത്യുച്ചത്തിൽ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിസ്തുല്യ ദൈവമേ, സ്നേഹമുള്ള പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല മുഹൂർത്തത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം ഇതേ വേദിയിൽ കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധനെ സ്തുതിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. അനേക കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം സാക്ഷിയായ ഈ മണ്ഡപത്തിൽ വീണ്ടും നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം നീ അടിയങ്ങൾക്കും അനുവാദം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം. വ്യക്തമായി ശക്തമായി ദൈവത്തിന്റെ വചനം ഇന്ന് ഞങ്ങളോട് ഇടപെട്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിന്നോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം നീ അവൾ ഉത്സുകനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും എടുത്താട്ട് ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കും. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്, ഒരു 2 സ്റ്റാൻസ മാത്രം എല്ലാവർക്കും ചേർന്ന് പാടിയ ശേഷം ഇന്നത്തെ വചന ശുശ്രൂഷ എന്നിൽ നിക്ഷിപ്തമായതുകൊണ്ട് ആ ശുശ്രൂഷയുമായി നിങ്ങളുമായി ബന്ധപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിസ്തുല്യനായ ദൈവത്തിന് സകല സ്തുതിയും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായ വാക്യം ഏതെന്ന് ചോദിച്ചാൽ യോഹന്നാൻ 3:16 എന്നുള്ളത് സ്പഷ്ടമായി നമുക്കറിയാം. ഒരർത്ഥത്തിൽ ആ വാക്യത്തെക്കാൾ വ്യക്തമായി പ്രാധാന്യമുള്ള ഒരു വാക്യമാണ് നിങ്ങളുടെ മുൻപാകെ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ശ്രദ്ധിക്കണേ. ഇന്ന് ഇവിടെ ലോകത്തിൽ 818 കോടി ജനങ്ങളാണ് ഇവിടെ ഉള്ളത്.
ക്രിസ്ത്യാനികൾ എന്ന പേരിന് രണ്ട് വിഭാഗങ്ങളെ ഞാൻ ചേർത്താൽ, ഒന്ന് കാത്തലിക്സ്, ഏകദേശം 130 കോടി ജനങ്ങൾ. രണ്ടാമത്തേത് ഇതര ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ, അതിൽ പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളും പെടും. അവർ ഏകദേശം 110 കോടിയാകുമ്പോൾ 240 കോടി ജനങ്ങൾക്കും ഒരു മുദ്രാവാക്യമായി വിളിക്കുവാൻ കഴിവുള്ളതാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സ്തോത്രം. ഇതെവിടെയാണ് പ്രസ്താവിക്കുന്നത് എന്നത് ഓർക്കണം. അതീവ ശ്രദ്ധയോടുകൂടെ ഇരുന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വിവിധ തലങ്ങളിലൂടെ നമ്മെ ഉത്സുകരാക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യത നിങ്ങൾക്ക് ബോധ്യപ്പെടും. വളരെ കൃത്യമായി ഇത് പ്രകാരം ഉദ്ഘോഷിക്കുന്നത് പത്രോസ് എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രമുഖ ശിഷ്യനാണ്. അവനാണ് പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ കൃത്യമായി ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ശ്രദ്ധിക്കണേ. ഒരിക്കലും തന്റെ ശബ്ദം പുറത്തു വരുവാൻ കഴിയാത്ത സൻഹദ്രീ സംഘം എന്ന യഹൂദന്റെ സുപ്രീം കോടതിയുടെ മുൻപാകെ അടുത്ത ക്ഷണം കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച, അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്ത സൻഹദ്രീ സംഘത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് യാതൊരു വിദ്യാഭ്യാസവുമില്ലാത്ത സാധാരണക്കാരനായ ഒരു പത്രോസ് പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ശ്രദ്ധിക്കണേ. പത്രോസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 12 അപ്പോസ്തലന്മാരിൽ പ്രമുഖ സ്ഥാനം പല കാര്യങ്ങൾ കൊണ്ടും പത്രോസിന് അവിടെ കിട്ടിയതായി നമുക്കറിയാം. അതിലേക്കൊന്നും ഞാൻ നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരുന്നില്ല. എന്നാൽ കൃത്യമായി നാം ഒന്ന് മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിത മരണത്തിന് മുന്നമേ ആ യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ ഭീരുവായ ഒരു പത്രോസിനെയാണ് നാം ഇവിടെ കാണുന്നത്. ഇപ്പോൾ തൻ്റെ ഭീരുത്വം മാറി. എന്താണെന്നറിയാമോ തൻ്റെ ധൈര്യത്തിൻ്റെ പ്രശ്നം? ഒരുപക്ഷെ കർത്താവായ യേശുക്രിസ്തു ഈ യഹൂദന്മാരുടെ കൃത്യമായ ഈ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിവുള്ളവനാണ് എന്ന് പത്രോസ് ധരിച്ചത് കൊണ്ടായിരിക്കാം അവന്റെ ബലഹീന സമയത്ത്, അവൻ ക്രൂശിക്കപ്പെടുവാൻ പോകുന്ന സമയത്ത് ഇപ്രകാരം അവൻ എന്റെ യേശുവിനെ തള്ളി പറഞ്ഞത്. ഭയന്നുപോയ, കൃത്യമായി ചിതറിപ്പോയ ഈ പത്രോസാണ് വീണ്ടും പറയുന്നത്, ഒരുവനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല. സ്തോത്രം. സന്നിധി സംഘത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയത്തിന്റെ വടക്ക് ഭിത്തിയിൽ 71 മഹാപുരോഹിതൻ അധ്യക്ഷനായി. അവിടെ പുരോഹിത ശ്രേഷ്ഠന്മാരുണ്ട്, അവിടെ ശാസ്ത്രിമാരുണ്ട്, അവിടെ മൂപ്പന്മാരുണ്ട്. 70+1 71 സന്നദ്ധി സംഘത്തിന്റെ പ്രത്യേകത കൊല്ലുവാനും അവരെ വിട്ടയക്കുവാനും കഴിവുള്ള ഒരു സുപ്രീം കോടതിക്ക് സമാനമായ സൻഹദ്രീ സംഘം. ശ്രദ്ധിക്കണേ. പത്രോസിനറിയാം തന്റെ ഒരു വാക്കുകൊണ്ട് തനിക്കും കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ഒരു മൃഗീയ മരണം ക്രൂശിന്മേൽ അവനും സഹിക്കേണ്ടി വരും എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. സ്തോത്രം. ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഈ ഭാഗം ഇപ്രകാരം ഞാൻ എടുക്കുവാൻ കാരണം? കൃത്യമായി ഇതിനെ പത്രോസിനെ പ്രചോദിതനാക്കിയ
ഒരു സംഭവം അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഈ പത്രോസിന് ഇപ്രകാരമുള്ള അധികാരം സർവശക്തനായ ദൈവം കൊടുത്തത്. കൃത്യമായി അതേ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചാൽ, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. സ്തോത്രം. ശ്രദ്ധിക്കൂ, പുരുഷന്മാരുടെ എണ്ണം വളരെ ശാന്തമായി നമുക്ക് ചിന്തിക്കാം. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 ആകുമ്പോൾ സഹോദരിമാരുടെ എണ്ണം എത്രയായിരിക്കും? നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് എത്ര പുരുഷന്മാർ ഇവിടെയുണ്ട്, എത്ര സഹോദരിമാർ ഇവിടെയുണ്ട് എന്ന് ചിന്തിച്ചാൽ കൃത്യമായി ഞാനൊരു കണക്കെടുത്തു. ഒരു 7000 സഹോദരിമാർ കണ്ടേക്കും. ഇവർക്കെല്ലാം കുഞ്ഞുങ്ങളുമൊക്കെ ഉള്ളതാണ്. ഒരു 3000 കുഞ്ഞുങ്ങളും കാണും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എത്രയായിരുന്നു അവിടുത്തെ പുരുഷാരം? 15000 പുരുഷാരം. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, കൃത്യമായി പത്രോസിന്റെ ആദ്യത്തെ മനസ്സാന്തര പ്രസംഗത്തിൽ പരമോന്നതനായ ദൈവം അഥവാ കർത്താവ് അവൻ അനുവദിച്ചു കൊടുത്തത് വെറും 3000 പേരാകുമ്പോൾ ഇവിടെ നാം കാണുന്നത് 15000-ൽ പേർ അധികം പേർ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു. വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടോ. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. അപ്പോൾ വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു ആദ്യത്തെ മാനസാന്തര പ്രസംഗം പത്രോസിനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവിടെ വിശ്വസിച്ച് സ്നാനമേറ്റവർ വെറും 3000 ആകുമ്പോൾ കൃത്യമായി എന്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നത്, എന്റെ ആദ്യത്തെ സഭ യെരൂശലേമിലെ പുതിയ നിയമസഭയാകുമ്പോൾ ഒരു 3000 പേരല്ല എന്റെ ലക്ഷണം. അവിടെ കൃത്യമായി അതിലും എത്രയോ ഇരട്ടി ഇവിടെ നിന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം എന്നത് എന്റെ യേശുവിന്റെ ആഗ്രഹമായതുകൊണ്ട് അടുത്ത ആ സംഭവമാണ് നാം വായിക്കുന്നത്. 15000-ൽ അധികം പേർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. ശ്രദ്ധിക്കണം, ഇതിന് നിദാനമായ കാര്യം എന്താണ്? അതാണ് ഇന്നത്തെ ചിന്താ വിഷയം. ഒരുപക്ഷെ പല വട്ടം കേട്ട ഒരു ചിന്ത ഒരു വിഭിന്ന രീതിയിൽ ഞാൻ എടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ത്രസിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാം വ്യക്തമായി വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലകൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ, വെള്ളിയെക്കുറിച്ചും പൊന്നിനെക്കുറിച്ചും പറയുവാനല്ല ഞാൻ ഈ വേദഭാഗം എടുത്തത്. അതിന് പിറകിൽ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് എപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കുവാനാണ് ആ ഭാഗം ഞാൻ എടുത്തത്. ഈ മുടന്തനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണം നിങ്ങൾക്കറിയാം. വാക്യങ്ങൾ വായിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോവുക. ഇവൻ എത്ര വയസ്സിലധികം പ്രായമുണ്ടായിരുന്നു? 40-ൽ പരം വയസ്സ് പ്രായമുള്ളവനെയാണ്. എന്താണ് ഇവന്റെ കുഴപ്പം? അമ്മയുടെ ഗർഭം മുതൽ തന്നെ ഇവൻ മുടന്തനാണ്. ഓക്കെ, മുടന്തൻ എന്ന വിശേഷണത്തിന് ഉപരിയായി അന്ന് മുതൽ വ്യക്തമായി അവനെ ആലയത്തിൽ കൊണ്ടുവന്ന് ഭിക്ഷ യാചിക്കുവാൻ തക്കവണ്ണം സുന്ദരം എന്ന ദേവാലയ വാതിക്കൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഒരു നിർധന കുടുംബത്തിലെ ആരുമോരും കാണാത്ത വെറുമൊരു യാചകനാണ് അവിടെ മുടന്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ സംഭവിച്ച് അവിടെ കിടന്നുകൊണ്ട് യാചിക്കുന്നത്. അപ്പോൾ പത്രോസ് അവനെ കൃത്യമായി ഉറ്റുനോക്കി. ശ്രദ്ധിക്കണം, 40 സംവത്സരം കൊണ്ട് അവൻ അവിടെ കിടന്നു എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അനേക
അനേക തവണ യെരൂശലേം ദേവാലയത്തിൽ ഇതേ സുന്ദരം എന്ന ഗോപുരത്തിൽ കൂടി കടന്ന് ശുശ്രൂഷ ചെയ്തു എങ്കിൽ എന്തുകൊണ്ട് യേശു ഇവനെ സൗഖ്യമാക്കിയില്ല? ശ്രദ്ധിക്കണേ. എന്റെ യേശു ഒന്ന് നോക്കിയിരുന്നു എങ്കിൽ, എന്റെ യേശു ഒന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ, സുന്ദരമെന്ന ദേവാലയവാദികൾ വളരെ കൃത്യമായി പീഡനം അനുഭവിക്കുന്ന, വ്യഥയനുഭവിക്കുന്ന, 40 സംവത്സരമായി നിരാശനായിരിക്കുന്ന ഇവനെ കാണാതെ എന്റെ യേശുവിന് കടന്നു പോകുവാൻ നിവർത്തിയില്ല. പക്ഷെ വചനം പറയുന്നു, യേശു അവനെ സൗഖ്യമാക്കിയില്ല. ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടാണ് യേശു അവനെ സൗഖ്യമാക്കാത്തത്? മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി മരക്കുരിശിന്മേൽ 3 നാഴികളിന്മേൽ തൂങ്ങിയവനായി എന്റെ യേശു പിതാവാം ദൈവത്തിന്റെ കരുണ കൊണ്ട് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ സംഭവമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെങ്കിൽ അന്ന് യേശു സുവിശേഷത്തെ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, യേശു സുവിശേഷം പൂർത്തിയാക്കുവാൻ വേണ്ടി ഈ യാചകനെ, ഈ ദരിദ്രനെ സൗഖ്യമാക്കിയില്ല എന്ന് വേണം പറയാൻ. മനസ്സിലായ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ വലതുകരങ്ങളിൽ ഉയർത്തിക്കും. നമ്മുടെ ഏക ആശ്രയം എന്താണ്? ഉയർത്തപ്പെട്ടവനായ എൻ്റെ യേശുവാണ്, ഉയർത്തെഴുന്നേറ്റ യേശുവാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിലാണ് സകല വിശുദ്ധന്മാരും സകല വിശ്വാസികളും ദൈവവചനം ഘോഷിക്കുന്നത്. ബേസിസിൽ മാത്രമേ സുവിശേഷം അഭിവൃദ്ധി പ്രാപിക്കുവാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് ക്രൂശിന്മേൽ അവനൊരു യാഗം അനുഭവിക്കേണ്ടതായതുകൊണ്ട് അവനെ സൗഖ്യമാക്കുവാൻ തുനിഞ്ഞില്ല. ആ അധികാരം പത്രോസിന് വിട്ടുകൊടുത്തു എന്നുള്ളത് വ്യക്തമായി നാം മനസ്സിലാക്കണം. എന്താണ് ഇവന് ഭവിച്ചത്? 3-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. 40 സംവത്സരങ്ങളായി ഇവനെ കാണുന്നവരാണ് അവിടെയുള്ളത്. 40 സംവത്സരങ്ങളിൽ ഞാനൊന്ന് പറയട്ടെ, ഏകദേശം എല്ലാ ദിവസവും യഹൂദന് 3 ആരാധനയാണുള്ളത്. ഒന്ന് 9-ാം മണി നേരം, പിന്നീട് 12-ാം മണി നേരം, പിന്നീട് 3-ാം മണി നേരം. ഈ യാത്രയിലൊക്കെയും അവനെ തോളത്ത് വഹിച്ചുകൊണ്ട് വരുന്ന അവന്റെ സ്നേഹിതന്മാരുണ്ട്. അപ്പോൾ കൃത്യമായി ഒരു ദിവസം 3 പ്രാവശ്യം. എന്താണ് ആ വാക്യം വായിക്കുന്നത്? 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടാ. 3-2. ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് അവന്റെ സ്നേഹിതന്മാർ അവന്റെ ഭവനത്തിൽ നിന്ന് അവനെ ചുമന്നുകൊണ്ടുവന്നു എങ്കിൽ, യഹൂദന് 3 പ്രാർത്ഥനാ സമയമുണ്ടായെങ്കിൽ 3 പ്രാർത്ഥനാ സമയങ്ങളിലും അവനെ ചുമന്നുകൊണ്ട് വരുമെന്ന് നമുക്ക് ന്യായമായി ഊഹിക്കാം. എന്നെ കേൾക്കുന്ന ദൈവത്തിന് ജനമേ, 40 സംവത്സരമാണ് ഇപ്രകാരം ചുമന്നതായെങ്കിൽ, 1 വർഷം 365 ദിവസമാണ് എങ്കിൽ, ഞാനൊരു ഓടക്കണക്കിനൊന്ന് പറയട്ടെ, 1 വർഷം 1000 പ്രാവശ്യമെങ്കിലും ഇവർ ഇവനെ ചുമന്നുകൊണ്ടുവരും. അപ്പോൾ 40 സംവത്സരം എന്ന് പറഞ്ഞാൽ 40,000 പ്രാവശ്യം ഈ മുടന്തനെ, ഈ ബലഹീനനെ കൃത്യമായി സുന്ദരമെന്ന ഈ ദേവാലയ ഗോപുരത്തിലാകുമ്പോൾ ഒരിക്കലെങ്കിലും അവന്റെ അവസ്ഥയെ മാറ്റുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ ഏകജാതൻ അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നതിന് സത്യം അവന്റെ വലിയൊരു സുവിശേഷ വേല തൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടെ നടത്തുവാൻ എൻ്റെ ദൈവം ആഗ്രഹിച്ചു. ശ്രദ്ധിക്കണേ,
അതിമനോഹരമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരാം. 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അവൻ പത്രോസിനോടും യോഹന്നാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ഓക്കെ, സ്തോത്രം. അപ്പോൾ ഇന്നേക്ക് ഏകദേശം 40 സംവത്സരങ്ങൾക്ക് മുൻപ് വിശുദ്ധ ദേശം വ്യക്തമായി കാണുവാനുള്ളൊരവസരം എനിക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ പരിസ്ഥിതികളെക്കുറിച്ചും അവിടുത്തെ സാന്ദർഭികമായ പല പ്രാധാന്യ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ദർശിച്ചവനായതുകൊണ്ട് കൃത്യമായി ഞാനെന്ന് പറയട്ടെ, ഇവിടെ വചനം പറയുന്നു അവിടെ ഒരു ശലോമോന്റെ മണ്ഡപമുണ്ട്. സ്തോത്രം. എന്താ ഈ ശലോമോന്റെ മണ്ഡപം? ഇത് എപ്പോൾ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് AD 30-ലാകുമ്പോൾ, അവൻ്റെ ജനനം BC 4-ൽ 33.5 വർഷങ്ങൾക്ക് മുൻപാകുമ്പോൾ, കൃത്യമായി നമുക്കറിയാം ഏതാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു സമയം കൊടുത്തു, 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ AD 30-ലാണ് ഈ സംഭവം അവിടെ കൃത്യമായി നടന്നത് എന്ന് പറഞ്ഞാൽ, അവിടെയാണ് ആരോടിക്കൂടിയത്? ജനമെല്ലാം ഓടിക്കൂടിയത്. ശ്രദ്ധിക്കണേ, ഒരു കുന്നിന്റെ മുകളിലുള്ള ദേവാലയം, അതിനു ചുറ്റും അപ്രകാരമുള്ളൊരു സ്ഥലം യെരൂശലേമിൽ തന്നെ ഇല്ല എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ, ഇവിടെ ശലോമോന്റെ മണ്ഡപം എന്നത് യഹൂദന്റെ ദേവാലയത്തിന്റെ കിഴക്ക് ഭാഗത്ത് 162 മാർബിൾ തൂണുകളിൽ 40 അടി ഉയരത്തിൽ ഏകദേശം 800 അടി നീളത്തിൽ, വീതി എന്ന് പറയുന്നത് 25 മുതൽ 30 അടി വരെയുള്ള വീതിയിൽ, അതിന് മുൻപിലുള്ള ആ വരാന്തയും എല്ലാം കൂടെ ചേർത്ത് ഗവേഷകന്മാർ പറയുന്നത് 30,000-ഓ 40,000-ഓ 50,000-ഓ ആളുകൾക്ക് തടിച്ചു കൂടുവാൻ യെരൂശലേമിൽ ഈ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ. മാളിക മുറി ഞാൻ പോയി കണ്ടു. അവിടെ എൻ്റെ നോട്ടത്തിൽ ഒരു 50 പേർക്ക് പോലും ഇരിക്കുവാനുള്ള സ്ഥലം ആ മുറിയിലില്ല. എന്നാലും നമുക്ക് പറയാം ഒരു 120ഓളമുള്ള സംഘം അവിടെ തച്ചുകൂടി എന്ന് പറഞ്ഞാലും, കൃത്യമായി 3000 പേർ മനസ്സാന്തരപ്പെടണമെങ്കിൽ ശലോമോന്റെ മണ്ഡപം എന്ന ഒറ്റ മണ്ഡപം മാത്രമേ ഉള്ളൂ. 3000 പേർ മനസ്സാന്തരപ്പെടണമെങ്കിൽ എത്രായിരം പേർ ആ സഭയിൽ അന്ന് കടന്നു വന്ന് കാണും? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇനി അല്പം ചരിത്രത്തിലൂടെ നമുക്കൊന്ന് പായാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കിയുള്ളൂ. ശലോമോന്റെ മണ്ഡപം എന്ന പേരിൽ നിന്ന് തന്നെ ഇത് ശലോമോൻ സൃഷ്ടിച്ചതാണ് എന്ന് വ്യക്തമായി നമുക്കറിയാം. ശലോമോനാണല്ലോ ആലയം പണിതത്. അതെപ്പോഴാണ് പണിയുന്നത്? BC 1004. ശ്രദ്ധിക്കണം, യഹൂദന്റെ ഏറ്റവും അഭികാമ്യമായ, അവൻ ഏറ്റവും ഭക്തി പുരസ്സരം വീക്ഷിക്കുന്ന അവന്റെ ആലയം ദാവീദിന്റെ ഹിതപ്രകാരം ശലോമോൻ പണി തീർത്തത് 1004-ലാകുമ്പോൾ, കൃത്യമായി ചരിത്രം നമ്മെ മനസ്സിലാക്കുന്നു. യഹൂദൻ കർത്താവായ യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ദൈവത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ ശബ്ദം ആരും ഒരു നാളും കേട്ടിട്ടില്ല, അവൻ്റെ മടിയിലിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് അവനെ വെളിപ്പെടുത്തിയത് എന്ന് യോഹന്നാൻ പറയുമ്പോൾ, യഹൂദ നീ കണ്ടത് പിതാവാം ദൈവത്തെയല്ല കർത്താവായ യേശുക്രിസ്തുവിനെ ആകുമ്പോൾ, ആ യേശുക്രിസ്തുവിനെ നിരാകരിച്ച യഹൂദന്റെ മുൻപാകെ ദൈവം അയച്ച ന്യായവിധിയാണ് ബാബിലോൺ സാമ്രാജ്യത്തിലെ നെബൂഖദ്നേസർ. BC 586 അവരോഹണ ക്രമത്തിലാണല്ലോ BC കൃത്യമായി നാം വായിക്കുന്നത്. അപ്പോൾ BC 586 1004 പണിത ആ കെട്ടിടം പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നെബൂഖദ്നേസർ നശിപ്പിച്ചപ്പോൾ, അന്ന് നെബൂഖദ്നേസറിന് ഈ ശലോമോൻ മണ്ഡപത്തെ തൊടുവാൻ എൻ്റെ ദൈവം അനുവദിച്ചു. 162ഓളം മാർബിൾ കോളങ്ങളിൽ
ഏകദേശം 25 മുതൽ 30 അടിയുള്ള അതിമനോഹരമായ ശലോമോന്റെ മണ്ഡപം മനോഹാരിത കൊണ്ടല്ല എൻ്റെ ദൈവം നെബൂഖദ്നേസറിനെ അത് പൊളിച്ചു കളയുവാൻ അനുവദിക്കാഞ്ഞത്. എൻ്റെ ദൈവത്തിനറിയാം, വർഷങ്ങൾ കഴിയുമ്പോൾ, ഏകദേശം 400 സംവത്സരങ്ങൾ കഴിയുമ്പോൾ കൃത്യമായി എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കും. ആ ഉയർത്തെഴുന്നേൽപ്പിനെ ഘോഷിക്കുവാൻ തക്കവണ്ണം എൻ്റെ പാവപ്പെട്ട ചില അപ്പോസ്തലന്മാരുണ്ട്. അവർക്ക് കൂടി വരുവാൻ യെരൂശലേം എന്ന മലയിൽ ഒരു സ്ഥലവുമില്ലാത്തത് കൊണ്ട് നെബൂഖദ്നേസറേ, ഈ ശലോമോൻ മണ്ഡപത്തെ നീ തൊടരുത്. അതുകൊണ്ടാണ് നാം 11-ാം വാക്യം വായിച്ചത്. എന്താണ് എന്നോട് വായിച്ചേ? അവൻ പത്രോസിനോടും യോഹന്നാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ജനം എല്ലാം ഓടിക്കൂടുമ്പോൾ അവർ ഓടിക്കൂടുവാൻ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം അവിടെയുണ്ട്. ആ ശലോമോന്റെ മണ്ഡപത്തിലെ പത്രോസിന്റെ 2ാമത്തെ പ്രസംഗമാണ് 11-ാം വാക്യം മുതൽ നാം കാണുന്നത്. ആദ്യത്തെ പ്രസംഗത്തിൽ വ്യക്തമായി ശലോമോന്റെ മണ്ഡപത്തിൽ ഈ പത്രോസ് പ്രസംഗിച്ച പ്രസംഗമാണ് 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് കൃത്യമായി യോഹന്നാൻ കൃത്യമായി നമ്മെ ഈ കാര്യം വിവരിക്കുമ്പോൾ അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന് പേരുള്ള ആ മണ്ഡപത്തിൽ ഓടിക്കൂടി. അതിൻ്റെ ഭവിഷ്യത്താണ് 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്. വീണ്ടും വായിച്ചേ. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമാകുമ്പോൾ മൊത്തമായി ആ യെരൂശലേം സഭയ്ക്ക് ദൈവം മാറ്റുകൂട്ടുവാൻ 7000-ത്തിലധികം സ്ത്രീകൾ എന്ന് ഞാൻ എൻ്റെ ഭാവനയിൽ ഒന്ന് പറയട്ടെ, 3000 കുഞ്ഞുങ്ങൾ എന്ന് എൻ്റെ ചിത്രീകരണ ഭാഷയിൽ ഒന്ന് പറയട്ടെ, 3000 പേരെ കൊണ്ട് കൃത്യമായി ഒരു യെരൂശലേം സഭയെ വളർത്തിയെടുക്കുവാൻ സാധ്യമല്ല എന്ന് പരമോന്നതനായ ദൈവം മനസ്സിലാക്കിയത് കൊണ്ട് അതേ ശലോമോന്റെ മണ്ഡപത്തെ നെബൂഖദ്നേസർ രാജാവിനെ കൊണ്ട് തകർത്ത ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാതെ എൻ്റെ ദൈവം നെബൂഖദ്നേസരോട് പറഞ്ഞിട്ടുണ്ട്, നീ ഈ മണ്ഡപത്തെ തുടരുത്, ഇവിടെ എൻ്റെ അപ്പോസ്തലന്മാർ ഈ ശുശ്രൂഷ നിർവഹിക്കണം. കൃത്യമായി നാം അത് വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം ഒന്ന് വായിച്ചാൽ, ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ദിനംപ്രതി 3000 പേർ അവിടെ സ്നാനപ്പെട്ടു എന്നതിന്റെ താഴെ കൊടുക്കുകയാണ്. ദിനം പ്രതി സഭയിൽ കൃത്യമായി ആളുകൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇതും പോരാ എന്നെൻ്റെ ദൈവത്തിന് തോന്നിയത് കൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തത് അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായ ഒരുവൻ. സ്തോത്രം. അവന് പണമുണ്ടോ? ഇല്ല. അവൻ യാചകനാണ്. ഏതെങ്കിലും പ്രത്യേകത അവനുണ്ടോ? യാതൊരു പ്രത്യേകതയുമില്ല. 40 സംവത്സരത്തോളം ലോകം മുഴുവൻ ഉപേക്ഷിച്ച ഒരു മുടന്തനെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നുള്ളവനെ, യാതൊരു സമ്പാദ്യവുമില്ലാതെ ഇരുന്ന അവനെ, യാതൊരു പ്രത്യേകതകളുമില്ലാത്ത ഈ ബലഹീനനെയാണ് യേശു എങ്ങനെ തിരഞ്ഞെടുത്തത്? 15000-ത്തിലധികം പേരെ സഭയോട് ചേർക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തത്. വളരെ കൃത്യമായി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതെന്ത് ചെയ്തു? ഇവൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ആരോട് ചേർന്ന് നിന്നു? പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിന്നു. 40 സംവത്സരക്കാലം ഇപ്രകാരം അനുഭവിച്ച ഇവന് 40 സംവത്സരക്കാലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 40,000 തവണ ഇവനെ എടുത്തുകൊണ്ടുവന്ന അവന്റെ സ്നേഹിതന്മാരുടെ അടുക്കിലേക്ക് അവനൊന്ന് ഓടിച്ചെല്ലാമായിരുന്നില്ലേ?
അവനെ നൊന്ത് പ്രസവിച്ച അമ്മയുടെ അടുക്കിലേക്ക് അവനൊന്ന് ഓടിച്ചെല്ലാമായിരുന്നില്ലേ? അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ഇരിക്കുമ്പോൾ നൊമ്പരപ്പെടുന്ന ഒരു മാതൃഹൃദയമുണ്ട്. ആ മാതൃഹൃദയത്തിൻ്റെ വേദന അവനൊന്ന് മാറ്റിക്കൊടുക്കാമായിരുന്നില്ലേ? അവനൊന്ന് മനസ്സിലാക്കി, എൻ്റെ ശരീരത്തിന് ശേഷി തന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവാകുമ്പോൾ ഈ അപ്പോസ്തലന്മാരാണോ ആ സുവിശേഷം അറിയിച്ചത് എങ്കിൽ എന്തും വരട്ടെ, ഈ ജനത്തോട് ചേർന്ന് അവൻ അവരോട് ഒട്ടിയിരുന്നു എന്നുള്ളതാണ് വാക്യം നമ്മെ മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കണേ, വളരെ കൃത്യമായത് മനസ്സിലാക്കുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യമായ മനുഷ്യനെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവനെന്നും അറിഞ്ഞു. അടുത്ത വാക്യം, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. ശ്രദ്ധിക്കണേ, ഒരു സാധാരണക്കാരൻ, ഒരു ബലഹീനനായവൻ, യാതൊരു പാരമ്പര്യവുമില്ലാത്തവൻ, ആരോരും ഗവനിക്കാത്ത ഒരുവൻ, അവൻ്റെ മുടന്തിനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിത മരണവും ഉയർപ്പും കാരണം സൗഖ്യം പ്രാപിച്ചപ്പോൾ അവൻ വളരെ വ്യക്തമായി ഇവിടെ വാക്യം പറയുന്നു, ആരോട് ചേർന്ന് നിന്നു? പത്രോസിനോടും യോഹന്നാനോടും ചേർന്നു. എന്താ കാര്യം? കൃത്യമായി അവന് മനസ്സിലായി, അവൻ്റെ സാന്നിധ്യമാണ് അനേകായിരങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ യോഹന്നാനും പത്രോസും നിൽക്കുന്നത് കൃത്യമായി നമുക്കറിയാം ഈ സന്നദ്ധി സംഘത്തിൻ്റെ മുൻപാകെയാണ്. അവർക്ക് ശിക്ഷിക്കുവാനുള്ള കഴിവുണ്ട്. അവർക്ക് കൃത്യമായി ഇവരെ ക്രൂശിത മരണത്തിന് ഏൽപ്പിക്കുവാൻ റോമൻ ഗവൺമെന്റിനോട് പറയേണ്ടുന്ന അധികാരമുണ്ട്. എന്നാൽ അവരോടുകൂടെ ആർ ചേർന്ന് നിന്നു? ഈ ബലഹീനനായവൻ ചേർന്നു. ശ്രദ്ധിക്കണം, വ്യക്തമായി നാം അത് വായിക്കുമ്പോൾ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. നോർത്തേൺ ഭിത്തി എന്ന യെരുശലേം ദേവാലയത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ വലിയൊരു ഹോൾ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ആ വലിയൊരു ഹോളിന്റെ മുൻവശം അത് തുറന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അനേകായിരങ്ങൾക്ക് അവിടെ വന്ന് കൂടുവാൻ തക്കവണ്ണം സാധിക്കും. ആലയത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് സാധിക്കില്ല എങ്കിലും ഇതിൻ്റെ തുറസ്സായ വാതായനം അഥവാ വാതിൽ പുറത്തേക്കായതുകൊണ്ട് ഇവർക്കെല്ലാം അവിടെ വന്ന് നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കും. അവർ ഒരുവനെ കണ്ടു. അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായ ഒരുവനെയാണ് അവർ കണ്ടത്. എന്നാൽ ഇന്നു മുതൽ അവർ കാണുന്നത് ഏതാണ്? സജീവമായി പൂർണ്ണ ആരോഗ്യം പ്രാപിച്ച ഇവൻ വ്യക്തമായി അവിടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് 1000-10,000 ആലയത്തിന്റെ മുമ്പിൽ തടിച്ചു കൂടി നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് പത്രോസിനെയും യോഹന്നാനെയും ശിക്ഷിക്കുവാൻ തക്കവണ്ണം അന്നത്തെ മഹാപുരോഹിതനോ സന്നദ്ധി സംഘത്തിനോ ഇടയായില്ല. കാരണം കൃത്യമായി ദൈവത്തിൻ്റെ സഭയുടെ വർധന ആരിലൂടെ അവൻ സ്ഥാപിച്ചെടുത്തു? ഒരു മുടന്തനിലൂടെ. ഇനി നമുക്ക് പ്രസക്ത ഭാഗത്തിലേക്ക് വരാം. വാക്യം നമ്മെ വ്യക്തമായി മനസ്സിലാക്കുന്നത്, എൻ്റെ യേശു തിരഞ്ഞെടുത്തത് മുടന്തനായ ഒരുവനാണ്, ബലഹീനനായ ഒരുവനാണ്. അവൻ വളരെ വ്യക്തമായി സമുദായത്തിൽ വിലയില്ലാത്തവനാണ്, ദരിദ്രനാണ് എങ്കിൽ അവനിലൂടെയാണ് യേശു ഉയർത്തെഴുന്നേറ്റ സംഭവത്തിൽ 3000 പേർ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ 1000-10,000 ദൈവത്തോട് ചേരുവാൻ ദൈവം ഉപയോഗിച്ച ഈ മനുഷ്യൻ അവൻ ഒന്ന് ചെയ്തു. ദൈവമേ, എന്ത് ഭവിച്ചാലും എന്ത് സംഭവിച്ചാലും ഞാൻ ആരോട് കൂടെ നിൽക്കും? യോഹന്നാനോടും പത്രോസിനോടും
കൂടെ നിൽക്കും. സ്തോത്രം. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്കൊന്ന് വരാം, ഇല്ലേ? നമ്മെക്കുറിച്ച് എന്തുവാ കൃത്യമായി വചനം പറയുന്നത്? എഫെസ്യരുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, ഏവർക്കും സുപരിചിതമായ വാക്യങ്ങൾ പറഞ്ഞു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അപ്പോൾ അതിന്റെ 1-ാം വാക്യം 1-ഉം 2-ഉം വാക്യം വായിക്കുമ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താ വാക്യം? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. സ്തോത്രം. ശ്രദ്ധിക്കണം. ശലോമോന്റെ മണ്ഡപത്തിൽ നാം കാണുന്നവൻ ഒരു പാപി എന്ന് നമുക്ക് വിമർശിക്കുവാൻ സാധ്യമല്ല. കാരണം എന്താ? അവന്റെ മനസ്സിലൊരു പക്ഷേ ചിന്തിച്ചു കാണും, അവന്റെ കാൽ സ്വാധീനമല്ലാത്തത് കൊണ്ട് അവൻ അനങ്ങണമെങ്കിൽ ആരുടെ സഹായം വേണം? സ്നേഹിതന്മാരുടെ സഹായം വേണം. പാപത്തിൻ്റെതായ ഒരു മാർഗത്തിലും പോകുവാൻ തക്കവണ്ണം അവന്റെ ശാരീരിക ബലഹീനത നിമിത്തം അവന് കഴിയാതെയിരുന്നു എന്ന് നാം ചിന്തിച്ചാൽ, അവനെയാണ് ദൈവം അനേകായിരങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഉപയോഗിച്ചത്. ശ്രദ്ധിക്കണം. നാമോ ഒരു വശത്ത് 40 സംവത്സരം ബലഹീനായി കിടന്ന ഒരുവനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കൃത്യമായി വ്യക്തമായി വേദം പറയുന്നു നമ്മുടെ അവസ്ഥ എന്താണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ. ശ്രദ്ധിക്കൂ. ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നമ്മുടെ അവസ്ഥ അതായിരുന്നു. അതിൻ്റെ അർത്ഥം നാം അവനുമായി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ തുലവും ഭീകരമായിരുന്നു, ബലഹീനമായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഈ മുടന്തനായവന്റെ അവസ്ഥയേക്കാൾ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു സുവിശേഷം കേട്ട് നാം ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് മുൻപുണ്ടായിരുന്നത് എന്ന് പൂർണ്ണബോധ്യമുള്ള ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ പറയേണ്ടവരുടെ വലത് കൈ ഒന്ന് ഉയർത്താം. ഏതവസ്ഥയിലായിരുന്നു നമ്മെ ദൈവം കണ്ടത്? വ്യക്തമായി ശക്തമായി ഞാൻ പറയട്ടെ, ആ അവസ്ഥയിൽ നിന്ന് നിന്നെ മാറ്റുവാൻ തക്കവണ്ണം ഉയർത്തപ്പെട്ടവനായ എന്റെ യേശുവിനെ സാധിച്ചു എങ്കിൽ നാമും ആരോട് ചേർന്ന് നിൽക്കണം? സ്തോത്രം. നാമും എന്തിനു വേണ്ടി നിലകൊള്ളണം? വ്യക്തമായി ശക്തമായി വേദം പറയുന്നു. വളരെ കൃത്യമായി ഈ സുന്നഹദോസിന്റെ അഥവാ സംഘത്തിന്റെ മുൻപാകെ യോഹന്നാനോടും പത്രോസിനോടും കൂടെ ചേർന്ന് നിൽക്കുവാൻ അവന് ധൈര്യമുണ്ടായപ്പോൾ, സുവിശേഷത്തിലൂടെ രക്ഷ ലഭിച്ച നിങ്ങൾക്ക് ലോകത്തിന്റെ മുൻപാകെ അവനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുമോ? പലപ്പോഴും ലോകത്തിൻ്റെതായ വീക്ഷണഗതിയിൽ നാം ഒരുപക്ഷെ തള്ളപ്പെട്ടാലും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ചു എങ്കിൽ നമ്മുടെ ജീവാവസാനം വരെ യോഹന്നാനോടും പത്രോസിനോടും കൂടെ ഈ മുടന്തനായവൻ കൂടി ചേർന്ന് നിന്നതുപോലെ സുവിശേഷത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുവാൻ എത്ര പേർ തയ്യാറാണ്? ലോകത്തിലെ പല പ്രസ്ഥാനങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത്, വളരെ കൃത്യമായി നമ്മുടെ
സകല നിയന്ത്രണങ്ങളെയും ലംഘിക്കുമാണ്. അതിതീവ്രമായ സുവിശേഷത്തിൻ്റെതായ ഘോഷണങ്ങൾ അവർ കൃത്യമായി ആചരിക്കുമ്പോൾ അമേരിക്കയിൽ പ്രചുര പ്രസിദ്ധി ലഭിച്ച ഒരു ഗ്രൂപ്പാണ് ഹിൽ സോങ്സ്. ആരെങ്കിലും കേട്ടിട്ടുണ്ട് ഹിൽ സോങ്സ്? അമേരിക്കയിലെ ഏറ്റവും പ്രശസ്ത നഗരങ്ങളിൽ മ്യൂസിക്കിന് അധികം പ്രാധാന്യം കൊടുത്ത് ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഹിൽ സോങ്സ്. അത് അമേരിക്കയിലെ പ്രശസ്ത സിറ്റികളിലെല്ലാം വളരെയധികം ജനലക്ഷങ്ങളെ സ്വാധീനിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ട് അവരുടെ ഇൻകം അവർക്ക് താങ്ങുവാൻ കഴിയാത്ത വിധം വലുതായതുകൊണ്ട് അമ്പല ചുംബികളായ ആലയങ്ങൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ പണിയുമ്പോൾ ഓരോ ലീഡേഴ്സിൻ്റെയും പേർ വ്യക്തമായി എനിക്കറിയാം, അത് പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓസ്ട്രേലിയയിൽ ആരംഭിച്ച ഹിൽ സോങ് കൃത്യമായി ജനലക്ഷങ്ങളെ ദൈവത്തിലേക്ക് മ്യൂസിക് മൂലം ആകർഷിച്ചപ്പോൾ ഇതാണ് രക്ഷ, ഇതാണ് വേർപാട് എന്നവർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, പ്രമുഖ സിറ്റികളിലെ ജനലക്ഷങ്ങൾ കടന്നു വരുന്ന ഹിൽ സോങ്സ് ഇന്ന് ആലയത്തിൻ്റെ മുൻഭാഗം നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതായിട്ട് കാണാം, പെർമനന്റ്ലി ക്ലോസ്ഡ്. എന്താ കാര്യം? ഹിൽ സോങ്ങിന്റെ സ്ഥാപകനായവൻ ഒരു തികഞ്ഞ ഹോമോസെക്ഷൽ ആയതുകൊണ്ട് ജനങ്ങൾ അത് മനസ്സിലാക്കിയപ്പോൾ തന്റെ പേരിൽ പടുത്തുയർത്ത ഈ ക്രിസ്തീയ വിഭാഗങ്ങളെ നിഷ്കരുണം ജനം തള്ളിക്കളയുവാൻ തുടങ്ങി എന്നതാണ് കൃത്യമായി നമുക്കവിടെ മനസ്സിലാക്കുവാനുള്ളത്. ആ പിതാവിൻ്റെ മകൻ ഏറ്റവും പ്രസിദ്ധമായ വിധത്തിൽ ഹിൽ സോങ്സിനെ വീണ്ടും വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ തൻ്റെ ജീവിതത്തിലും അവിശുദ്ധിയുടെ കൃത്യമായ അധ്യായങ്ങൾ ജനത്തിന് മനസ്സിലായപ്പോൾ അവർ ഉപേക്ഷിച്ചത് എന്താണെന്നറിയാമോ? ജനലക്ഷങ്ങൾ കടന്നു വന്ന് ഗാനം കേട്ട് രക്ഷയിലേക്ക് മാറിയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അതേ ജനലക്ഷങ്ങൾ വിശുദ്ധി സൂക്ഷിക്കാത്തത് കൊണ്ട് അതേ ആലയങ്ങൾ അടച്ചു പൂട്ടേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പഴമക്കാരുടെ സുവിശേഷം ഒരുപക്ഷെ പുതുമക്കാർക്ക് ആചരിക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ വരുമ്പോൾ പലതും ഇത് തള്ളപ്പെട്ടത്, അവഗണിക്കപ്പെട്ടത് എന്ന് മാറ്റുമ്പോൾ പത്രോസ് പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല. എന്റെ യേശു വിശുദ്ധനാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാകുമ്പോൾ എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം അത് വ്യക്തമായി നമ്മെ മനസ്സിലാക്കുന്നു. എഴുതാം. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പോൾ നാം അവന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും നിർണയിക്കപ്പെട്ട ഒരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ദൈവം ഏറ്റവും നമ്മിൽ പ്രസാദിക്കുന്ന തിരുവത്താഴത്തെ കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ വായിച്ചാൽ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ, വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരിക. നിങ്ങളെല്ലാം തിരുവത്താഴത്തിൽ പങ്കെടുത്തവരാണ്. തിരുവത്താഴമാണ് ഒരുപക്ഷെ ഒരു സഭയുടെ ആത്മീക നിലപാടിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത്. ഇവിടെ നാം എന്താ വായിക്കുന്നത്? ശരീരത്തെ വിവേചിക്കാൻ. ആരുടെ ശരീരം? വളരെ കൃത്യമായി KJV-യിൽ നാം അത് വായിക്കുന്നു, നോട്ട് ഡിസേണിങ് ദ ലോർഡ്സ് ബോഡി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെയാണ് വിവേചിക്കുന്നത്. ശ്രദ്ധിക്കണേ,
നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണല്ലോ എന്ന് എഫെസ്യർ 5:30 നാം വായിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ നമുക്ക് എങ്ങനെ വിവേചിക്കാൻ കഴിയും? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ന്യൂനതയുണ്ടോ? കർത്താവായ യേശുക്രിസ്തു ശരീരത്തിൽ ഏതെങ്കിലും കുറവുണ്ടോ? അവൻ പാപരഹിതനായി തീർന്നത് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാലായതുകൊണ്ട്, അവൻ്റെ ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമായതുകൊണ്ട്, അവൻ്റെ ശരീരത്തിൽ യാതൊരു ന്യൂനതയും ഇല്ല എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കുന്നു എങ്കിൽ, എന്നെ കേൾക്കുന്ന കിഴക്കേ തെരുവുദേശമേ, ആ ശരീരത്തെ വിവേചിക്കുവാൻ നിനക്ക് എൻ്റെ ദൈവം അധികാരം തന്നിട്ടില്ല. എന്നാൽ നീയാണ് ആ ശരീരത്തിന്റെ ഭാഗമെങ്കിൽ, നിന്റെ ശരീരം അശുദ്ധിയിൽ നിറഞ്ഞാൽ, നിന്റെ ശരീരം രക്ഷയിലേക്ക് കടക്കാത്ത ഏതെങ്കിലും പ്രതിബന്ധങ്ങളാൽ ചുറ്റപ്പെടുമ്പോൾ, ഒരു കാരണവശാലും എൻ്റെ യേശുവിന്റെ ശരീരത്തോടു കൂടെ നിനക്ക് ചേരുവാൻ അർഹതയില്ല. ശ്രദ്ധിക്കണേ, നാം നിസ്സാരമായി തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കും. ഒരുപക്ഷെ ദൈവസഭ അതിനു വേണ്ടി ഒരു പ്രത്യേക വിഭാഗമായി അഥവാ സമയം അതിനു വേണ്ടി കാണും. പലപ്പോഴും നാം ശുശ്രൂഷ എടുക്കുന്നത് ആരാധന ഒരു ഭാഗമായിട്ടാണ്. ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ശരീരം യേശുവിൻ്റെ ശരീരവുമായി യോജിപ്പിക്കപ്പെടുമ്പോൾ നിന്റെ അശുദ്ധിയുള്ള ശരീരം എൻ്റെ യേശുവിൻ്റെ ശുദ്ധിയുള്ള ശരീരത്തോടുകൂടെ യോജിപ്പിക്കുവാൻ നിനക്ക് സാധിക്കുമോ? ഒരു നിമിഷം നീ ചിന്തിക്കണം, ദൈവമേ, എന്റെ ജീവിതത്തിൽ പാപത്തിൻ്റെതായ ഏതെങ്കിലും അംശങ്ങളുണ്ട് എങ്കിൽ, ഒരുപക്ഷെ ലോകപ്രകാരമുള്ള ഏതെങ്കിലും പാപത്തിന് ഞാൻ വശംവദനായിട്ടുണ്ട് എങ്കിൽ, തിരുവത്താഴ ശുശ്രൂഷയിൽ എൻ്റെ യേശുവിൻ്റെ ശരീരത്തോടുകൂടെ നിനക്ക് ചേരുവാൻ സാധ്യമല്ല. പക്ഷെ പലരും ചേരുന്നില്ലേ? ഇല്ലേ? പലരും അവരുടെ പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നില്ലേ? അവർക്ക് വേണ്ടിയുള്ള വാക്യമാണ് 28-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചോളെ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അടുത്ത വാചകം. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഒരു മനോഹരമായ കൺവെൻഷൻ ഇവിടെ അറേഞ്ച് ചെയ്യും. ഏറ്റവും മെച്ചമായ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യും. അല്പസമയം നാം ഇവിടെ വന്ന് വചനം കേട്ടു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഒരിക്കൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നീതീകരണം പ്രാപിച്ച് വിശുദ്ധിയുടെ വശത്തിൽ മുന്നോട്ട് നടക്കുമ്പോൾ, ആ വിശുദ്ധിയുടെ ഒരംശം പോലും നിന്റെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുന്നില്ല. സ്തോത്രം. അനേകം അത് മനസ്സിലാക്കാതെ ഒരു തിരുവത്താഴ ശുശ്രൂഷയിലൂടെ യേശുവിനോട് കൂടെ ചേരുവാൻ ആഗ്രഹിക്കുമ്പോൾ, അങ്ങനെയുള്ള ജനത്തിനാണ് ഞാൻ മുൻപ് പറഞ്ഞ ഹിൽസോൺസിൻ്റെ അനുഭവം കൃത്യമായി നടക്കുന്നത് എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കിയത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതാണ്. വളരെ വ്യക്തമായി അത് പത്രോസിൻ്റെ 2-ാം അധ്യായം, 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ. ഒരു ഒറ്റ നിമിഷം നിൽക്കുക. എന്താ പറഞ്ഞത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്. എന്താണ് നമ്മുടെ അന്ധകാരം? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, കർത്താവായ യേശു ക്രിസ്തുവിൻ നീ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുൻപുള്ള നിന്റെ അവസ്ഥ ഈ ലോകത്തിന്റെ അന്ധകാര രീതിയിലായിരുന്നു എങ്കിൽ, അവിടെ പാപത്തിൻ്റെതായ കൃത്യമായിട്ടുള്ള വശങ്ങളിലൂടെ നീ മുന്നോട്ട് പോയാൽ നിന്നെ എന്താണ് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നിസ്സാരമല്ലേ ക്രിസ്തീയ ജീവിതം? സാരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ചിന്തയിലും, നമ്മുടെ ഓരോ നോട്ടത്തിലും, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും, ദൈവമേ, നിനക്ക് വിരോധമായി യാതൊന്നും ചെയ്യുവാൻ തക്കവണ്ണം എന്നെ അനുവദിക്കരുതേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ. പലപ്പോഴും മനുഷ്യർ ജഡമനുഷ്യരാണ്. അപ്പോൾ ചില കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ന്യായീകരിക്കുവാൻ ശ്രമിക്കാതെ, നിന്റെ സഭയിലെ ദൈവദാസനെ നീ ചതിക്കാതെ,
മുഴങ്കാലിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുമോ? എൻ്റെ ദൈവമേ, എൻ്റെ കുറവുകളെ നീ ഒന്ന് മാറ്റണമേ. എൻ്റെ ദൈവമേ, ഒരു പ്രത്യാശയുടെ തീരത്തേക്ക് എനിക്കൊന്ന് അണയുവാൻ തക്കവണ്ണം നീ കൃപ നൽകണമേ. അതാണ് നാം വായിച്ചത്. ഒരുവൻ അവൻ്റെ ദയനീയാവസ്ഥയിൽ നിന്ന് ദൈവം അവന് വിടുതൽ കൊടുത്തപ്പോൾ അവൻ ശക്തിയുക്തം സുവിശേഷത്തിന് വേണ്ടി അബലരായ അപ്പോസ്തലന്മാരോടുകൂടെ അവരോട് ചേർന്ന് നിന്നു എങ്കിൽ ഇന്ന് കിഴക്കേ തെരുവദേശത്തോടെ എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവമേ, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഞാൻ അറിയുന്നു, എൻ്റെ ജീവിതത്തിലെ ബലഹീനവശങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ ജീവിതത്തിലെ കുറവുവശങ്ങളെ ഞാൻ അറിയുന്നു. നിന്റെ ശരീരമാകുന്ന വിശുദ്ധിയുടെ പ്രതീകത്തോട് ഒരിക്കലും എൻ്റെ ഈ പാപമയമായ ചിന്തകൾക്കോ എൻ്റെ പാപമയമായ പ്രവൃത്തികൾക്കോ ചേരുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിശുദ്ധിയുടെ ജീവിതം നയിപ്പാൻ തക്കവണ്ണം സർവേശ്വരനായ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ആ വാക്യം മൊത്തമായി വായിച്ചാൽ 1 പത്രോസ് 2:9-10 വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ദൈവവചനത്തിൽ പ്രത്യേകമായി പറയുന്നു, ഇവിടെ മനുഷ്യന് ദൈവം തന്നിട്ടുള്ളത് 70-80 വർഷങ്ങൾ മാത്രം. അതിന് മുകളിൽ കിട്ടുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ ബോണസായി വിചാരിച്ചാൽ മതി. എന്നാൽ അതിനുശേഷം നമ്മെ എൻ്റെ കർത്താവ് ബന്ധിപ്പിക്കുന്നത് ഏതിലേക്കാണ്? ഒരു നിത്യതയുടെ അനുഭവത്തിലേക്കാണ്. അവിടെ യാതൊരു വിധത്തിലും ആ സമയത്തിനൊരു അന്തമില്ല. നിത്യതയുടെ അനുഭവമാണ്. എന്നാൽ നിത്യയുടെ അനുഭവത്തിലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ ആ വിശുദ്ധിയുടെ ലാഞ്ചന പോലും നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ നിനക്കിടയാകരുത്. സഭ എങ്ങനെ അത് കഴിയും? നാം പാപജടത്തിൻ്റെ സാദൃശ്യത്തിലല്ലേ എന്ന് പറഞ്ഞാൽ ഏത് കുൽസിത പ്രവൃത്തികളിലേക്കും നിന്റെ ഹൃദയത്തെ നീ ഒന്ന് ചിന്തിപ്പിക്കുമ്പോൾ ഒരു നിമിഷം മുഴങ്കാൽ മടക്കുവാൻ നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ നീ ഒന്ന് മുഴങ്കാൽ മടക്കൂ. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അശുദ്ധിയെ നീ ഒന്ന് മാറ്റൂ. നിന്റെ അത്ഭുത പ്രകാശത്തിലേക്കാണ് എന്നെ വിളിച്ചത്. ആ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണമാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്. ഞങ്ങൾ നിന്റെ ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയ ജനലക്ഷങ്ങൾ കയറി വന്ന ഏറ്റവും വലിയ ഈ ലോകം മുഴുവൻ മാനിക്കത്തക്ക സഭാലയങ്ങളെ നിസ്സാരമായി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ ഏറ്റവും ശക്തമായ ഉദാഹരണം ഏതെന്നറിയാമോ? യെരൂശലേമിനെ കുറിച്ചാണ് പറയുവാനുള്ളത്. ശലോമോന്റെ മണ്ഡപത്തെ അവിടെ നിർത്തി. എന്നാൽ ഏത് ആലയത്തെ തകർത്ത് കളഞ്ഞു? യെരൂശലേം ദേവാലയത്തെ തകർത്ത് കഴിയുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം, ആ യെരൂശലേം ടെമ്പിൾ അഥവാ ആലയത്തിൻ്റെ കൃത്യമായൊരു വാല്യുവേഷൻ 1925 ഇലിനോയ്സ് സൊസൈറ്റി ഓഫ് ആർക്കിടെക്ട്സ് അവർ കണ്ടുപിടിച്ചു. $87 ബില്യൺ. ഇന്നത്തെ കോസ്റ്റ് $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 90 ലക്ഷം കോടി രൂപ. ഈ ആലയത്തെയാണ് നിഷ്പ്രയാസം എൻ്റെ യേശു കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ കളഞ്ഞത്, നശിപ്പിച്ചത് എന്നോർത്താൽ നിന്റെ വിശ്വാസ ജീവിതം നിസ്സാരമല്ല. സാരമായ ഒരു അനുഭവം നിനക്കെൻ്റെ ദൈവം വിധിച്ചിരിക്കുന്നത് കൊണ്ട് ആ മുടന്തനെ പോലെ സൗഖ്യമായവൻ യാതൊരു വിധത്തിലും ഈ ലോകത്തിൻ്റെ കോടതിയുടെ മുൻപാകെ ക്ഷീണിതനാകാതെ യോഹന്നാനോടും പത്രോസിനോടും ചേർന്ന് നിന്നതുപോലെ വിശ്വാസത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ഒരു പരമാർത്ഥമുണ്ട്,
ലോകത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളിലും സത്യത്തിലും വിശ്വാസത്തിലും ആരാധിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്, അതിൽ കൂടി കടക്കുന്നവർ അനേകരാണ്. ജീവനിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ് എന്ന് മനസ്സിലാക്കി സുവിശേഷ പ്രസംഗം കേൾക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ആ കേട്ടത് കൊണ്ടായില്ല. കൃത്യമായി ദശാംശം കൊടുക്കുന്നത് അത് കൊടുക്കേണ്ടതാണ്, എന്നാൽ അതുകൊണ്ടായില്ല. എൻ്റെ ദേഹത്തെ വിശുദ്ധിയിലും ദൈവികമായ ചൈതന്യത്തിലും നിർത്തുവാൻ എനിക്കും നിനക്കും കഴിയുന്നു എങ്കിൽ അവൻ്റെ സദ്ഗുണങ്ങളെയാണ് നീ ഘോഷിക്കേണ്ടത്. അങ്ങനെ ഘോഷിക്കുന്ന നിനക്ക് സർവശക്തനായ ദൈവം ഒരു പ്രത്യാശയുടെ തീരം കണ്ടുവച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവങ്കൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരുവന്, ഈ ബലഹീനനെ, അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്, എൻ്റെ യേശു എടുത്ത് ആയിരങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരു നിദാനമാക്കി. ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരു ഏകനെയാണ്. ദൈവം തിരഞ്ഞെടുക്കുന്ന നീ എന്ന ഏകനെയാണ്. അവന് വേണ്ടി ശക്തിയുക്തം നിൽക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ഒരു ഹോമയാഗമായി തീരുവാൻ സർവേശ്വരനായ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Hallelujah. ഹല്ലേലൂയ. വിശുദ്ധിയെ തിരിച്ചതാ ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമില്ലല്ലോ. അവൻ അതാണ് ചേർന്ന് പാടി ബോധപ്പെടുത്താം. എല്ലാവരും കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. ഹല്ലേലൂയ. വിശുദ്ധിയെ തികച്ചോളാം ഒരുങ്ങിനിൽക്ക, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. തന്നെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്നെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ പോകും, പല വ്യാധികളാചരം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ പോകും, പല വ്യാധികളാചരം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് നിൽക്കാൻ തുടങ്ങിയോ ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോട് നിൽക്കാൻ തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചുവാൻ ഒരുങ്ങിയില്ല. വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചുവാൻ ഒരുങ്ങിയില്ല. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ആകാശത്തിൻ ശക്തിയിളകുന്ന ഭൂമിയെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ആകാശത്തിൽ ശക്തിയിളകുന്ന ഭൂമിയെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നീർത്തിവരായിരുന്നു ഒരുങ്ങിയിടാം. ജനം പേടിച്ചു നീർത്തിവരായിരുന്നു ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചുനാം ഒരുങ്ങിയിടാം. പ്രിയം വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചുനാം ഒരുങ്ങിയിടാം. പ്രിയം വരുവതിൽ താമസമേറെയില്ല. ബുദ്ധിമാന്മാർ തളർന്നിടുന്നേ, ദൈവശക്തി തെളിയിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ തളർന്നിടുന്നേ, ദൈവശക്തി തെളിയിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾ അതിരേറുന്നതാ ഒരുങ്ങിയിടാം. ലോകമോഹങ്ങൾ അതിരേറുന്നതാ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചുനാം ഒരുങ്ങിയിടാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചുനാം
ഒരുങ്ങിയില്ല പ്രിയൻ വരുവതിൻ താമസമേറെയില്ല കാരുണ്യനായി വന്നിടുമേ പതിനായിരം പേരിൽ സുന്ദരൻ താൻ കാരുണ്യനായി വന്നിടുമേ പതിനായിരം പേരിൽ സുന്ദരൻ താൻ തന്റെ കോരണ രൂപം കണ്ടാനന്ദിക്കാൻ ഒരുങ്ങിയില്ല തന്റെ കോരണ രൂപം ഒരുങ്ങിയില്ല കോരണ രൂപം കണ്ടാനന്ദിക്കാൻ ഒരുങ്ങിയില്ല തന്റെ കോരണ രൂപം കണ്ടാനന്ദിക്കാൻ ഒരുങ്ങിയില്ല തന്റെ കോരണ രൂപം കണ്ടാനന്ദിക്കാൻ ഒരുങ്ങിയില്ല തന്റെ കോരണ രൂപം കണ്ടാനന്ദിക്കാൻ കടന്നുവന്ന് ഹല്ലേലൂയ ദൈവവചനം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എത്രത്തോളം സമയം നമ്മുടെ ഹല്ലേലൂയ ക്ഷണം സ്വീകരിച്ച് സമർപ്പണ ശുശ്രൂഷയും അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയും ഹല്ലേലൂയ നൽകി തന്നതായ ദൈവസഭ പ്രസിഡന്റിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് കർത്താവ് തൻ്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൊട്ടാരക്കര സെൻറ്ററിൻ്റെ പേരുള്ളതായ നന്ദിയും സമർപ്പണവും സ്വാഗതവും അറിയിക്കുന്നു. അതുപോലെ ദൈവസഭയിലുള്ളതായ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. കൊച്ചിൻ സെൻറ്ററിലുള്ളതായ കൊച്ചിൻ സെൻറ്റർ പാസ്റ്റർ